കഥാകാരൻ എന്ന് തന്നെ പറയുന്ന പി നരേന്ദ്രനാഥിന്റെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് വികൃതിരാമൻ എന്ന് പറയുന്നത്. ഒരു വികൃതിയായ കുരങ്ങന്റെ കഥയാണിത് അല്ലേ? നീ വായിച്ചതല്ലേ അത്? അപ്പൊ ആ കഥ ഒരു ഇല്ലത്താണ് നടക്കുന്നത്. ഈ വാസുദേവൻ നീലാണ്ടൻ എന്ന് പറഞ്ഞ രണ്ട് കുട്ടികൾ ആ കഥയിൽ രാമന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഈ കഥയിൽ അവരുടെ സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ വായിച്ചപ്പോ നിനക്ക് എങ്ങനെയാ തോന്നിയോ? അവര് ഭയങ്കര നല്ലതായിട്ടൊരു കൂട്ടുകാരാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു വഴക്കുണ്ടാവുമെങ്കിലും പിന്നെ കൂട്ടുകാരാവുന്നു. പക്ഷെ ഇവര് അച്ഛനമുതിരിയുള്ള കഥാപാത്രം ഇവരെ ഒഴിവാക്കുന്നുണ്ടല്ലോ, വികൃതി കൂടിയിട്ട്. അങ്ങനെയാണ് അവന് വികൃതിരാമൻ എന്നുള്ള പേര് വരുന്നത് തന്നെ. എന്നിട്ട് അവൻ ഒഴിവാക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിയുമ്പോഴാണ് അവർക്ക് അതിന്റെ ഓർമ്മ വരുന്നത്. ആ കഥയെ പറയുന്നുണ്ട്, അവർക്ക് വിഷമം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് ഈ രണ്ട് കുട്ടികളെ ഒറ്റയ്ക്ക് അതായത് അമ്മേന്റെ തറവാട്ടിലേക്ക് വിടുന്നുണ്ട് ഒറ്റയ്ക്ക്. അപ്പൊ ആ പോകുന്ന വഴിക്കും ഇവര് വികൃതിരാമനെ പറ്റിയാണ് ഓർക്കുന്നത്. അപ്പോഴാണ് ഇവൻ വിറ്റ സ്ഥലത്തു നിന്നും അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് ഇവരുടെ അടുത്തെത്തുന്നത്. അപ്പൊ അത്രയും ആത്മാർത്ഥതയുള്ള ഒരു കുരങ്ങനാണ് വികൃതിരാമൻ. അത് മനുഷ്യരെക്കാളും ആത്മാർത്ഥതയും സത്യസന്ധതയും കുരങ്ങനുണ്ടാവും. പക്ഷെ ഈ വികൃതിരാമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പറയുന്നത് പപ്പടം. അതാണ് അവര് ഇല്ലത്ത് സദ്യ കഴിക്കാൻ പോയപ്പോ സദ്യയില് രാമനെ കയറ്റാൻ പറ്റില്ലല്ലോ, അവനൊരു കുരങ്ങനല്ലേ. അത് ഈ അച്ഛൻ നമ്പൂതി അവനെ വാങ്ങുമ്പോ പോലും എല്ലാവരും വാങ്ങണ്ടെന്ന് പറഞ്ഞ് വിലക്കിയിരുന്നു. അപ്പൊ ഇവിടെ ചെല്ലുമ്പോഴും അവൻ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അവൻ ആരും കാണാതെ മറ്റേ ശർക്കര വറുത്തുപ്പേരിയും ഈ പപ്പടവും ഒക്കെ എടുത്തോണ്ടാണ് പശുത്തൊഴുത്തിലിരുന്നാണ് പോയി തിന്നുന്നത്. അപ്പൊ അവിടെ പോലും ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വരുന്ന വഴിക്ക് കുറെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ എന്താന്ന് കഥ വായിച്ചറിയണം. അപ്പൊ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നുണ്ട്. അതുവേണ്ടി ഇവര് പപ്പടം എടുക്കുമ്പോ ഇവര് അബ്ബാത്ത് പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പേ പപ്പടം എടുക്കുമ്പോ അശ്രീകരം ഒക്കെ അശ്രദ്ധാക്കി പറയുന്നുണ്ട്. പക്ഷെ ഇവര് തിരിച്ചു വന്നിട്ട് ഇവർ പപ്പടം എടുക്കുമ്പോ ഒന്നും പറഞ്ഞില്ല, എല്ലാവരും എത്ര വേണമെങ്കിലും എടുത്തോട്ടോ. അപ്പൊ അത് ഈ അപകടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാമൻ രക്ഷിച്ച് വീട്ടിലെത്തി. കുറെ കഴിഞ്ഞാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അവന് പാല് കൊടുക്കുന്നൊക്കെ. കാരണം അവരുടെ കുട്ടികളെ രക്ഷിച്ചു എന്നുള്ളത് കുറെ കഴിഞ്ഞിട്ടാണ് അവർ അറിയുന്നത് തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവനെ നന്നായി നോക്കാൻ തുടങ്ങുന്നു, അവനെ വീട്ടിലൊരു കുടുംബാംഗമായി കാണാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ അപ്പോഴും വികൃതി ശരിക്കും നിർത്തിയിട്ടില്ല. അപ്പോഴും അവൻ അവിടെയുള്ള ഒരു കുടുംബം. പക്ഷെ അവൻ അവിടെ അപ്പോഴും സ്വാതന്ത്ര്യം ഉണ്ട്. പിന്നീട് അവന് സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങി. വാസുദേവന്റെയും നീലാണ്ടനെയും രക്ഷിച്ചോടെ അവിടുന്ന് എത്ര വേണമെങ്കിലും പപ്പടം കട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ മേത്ത് മാന്തി കയറാം. പക്ഷെ എന്നിട്ടും അവന്റെ ആത്മാർത്ഥത മാറുന്നില്ല. അവരുടെ വേലക്കാരനുണ്ടല്ലോ, ആ വേലക്കാരൻ ഗോവിന്ദൻ നമ്പൂതിരി. അപ്പൊ അയാള് ആണ് അവിടുത്തെ പറമ്പിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ തേങ്ങ കട്ടോണ്ടോ അവിടുന്ന് സ്ഥിരമായിട്ട് തേങ്ങ ഇയാൾ മോഷ്ടിച്ചെടുക്കും. അപ്പൊ ഇത് കണ്ടുപിടിച്ച വികൃതിരാമനാണ്. കണ്ടുപിടിച്ചിട്ട് ഇയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല, അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കുറെ കഴിഞ്ഞിട്ട് വാസുദേവനും നീലാണ്ടനും അവിടെ വന്നിട്ട് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ മൊത്തം ബഹളായി. ഇതെല്ലാം കേട്ടതോടെ ഈ ഗോവിന്ദന് രാമനോട് പക വന്നു. അപ്പൊ പിന്നെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തണം എന്നായിരുന്നു ഇയാളുടെ വിചാരം. അയാൾ പിന്നെ കൊണ്ടുപോയി പക്ഷെ അത് തന്നെ. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും രാമൻ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോ ഇതിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് അച്ഛൻ നമ്പൂതിരി മരിക്കുന്നതാണ്. അപ്പൊ പോലും അതിലൊരു വരി പറയുന്നുണ്ട്. ഏത്? നീലാണ്ടന്റെ വിശ്വാസം രാമൻ അച്ഛനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. അപ്പൊ അത്ര പോലും അവർ രാമനെ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് കഥ കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത്. ഇത് എല്ലാ കുട്ടികൾക്കും വായിക്കാൻ പറ്റുന്ന ഒരു കഥ തന്നെയല്ലേ? അതെ. പക്ഷേ ഇവര് ഈ വികൃതിരാമൻ ഇവർക്ക് സ്വതന്ത്രമായല്ലോ. ഈ വികൃതിരാമന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ എപ്പോഴും അപ്പോഴും വെറുതെ തല്ലുന്നതോ മാത്രമല്ല, മറ്റുള്ളവര് ഈ നീലാണ്ടൻ വാസുദേവനെ തലയ്ക്ക് കിഴുക്കി വെച്ചു കൊടുക്കുന്നു, അടിച്ചു കൊടുക്കുന്നു. നീലാണ്ടൻ
ചെയ്യുന്നില്ല അതില്. അതെ, നീലാണ്ട് മാത്രമാണ്. കാരണം നീലാണ്ട് അവരോടൊന്നും പകയുണ്ട്. അത് ഈ അവൻ അവിടുന്ന് എപ്പോഴും പപ്പടമൊക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, തീറ്റക്കുതിനായ നീലാണ്ടിനെ അത് കാണുമ്പോ കൊതി വരുന്നോണ്ടാണ് അവൻ അങ്ങനെ പ്രതികരിക്കുന്നത്. അത്രയും പക വരുന്നതല്ലേ. പക്ഷേ എന്നിട്ടും എന്തൊക്കെ ചെയ്താലും ഒരു പക വരും, അത് ഉറപ്പാണ്. ഒന്നെങ്കിൽ ആക്രമിച്ചിട്ട് അല്ലെങ്കിൽ പല വഴിക്ക് എങ്ങനെയായാലും അവൻ പക വീട്ടും. അപ്പോൾ എല്ലാ കുട്ടികളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. ഇതെല്ലാ പ്രായക്കാർക്കും വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ്. പക്ഷെ കൂടുതലായിട്ട് കുടുംബത്തിന്റെ രസകരമായ കഥകളൊക്കെ പറയുന്ന ഒരു പുസ്തകമാണിത്. ഈ ഒരു കഥ ഈ കഥയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം വെച്ചത് മനുഷ്യരെ കാട്ടും കുറച്ചുകൂടി ആത്മാർത്ഥതയും, കുറച്ചുകൂടിയല്ല, നല്ല അത്യാവശ്യം മനുഷ്യനെ കാട്ടും ഒരുപാട് ആത്മാർത്ഥതയും സത്യസന്ധതയും ആത്മാർത്ഥത, സത്യസന്ധത ഒക്കെയുള്ള ജീവിയാണ് കുരങ്ങൻ. കുരങ്ങൻ മാത്രമല്ല, പല ജീവികളും. അതിന് ഉദാഹരണമാണ് ഈ ഗോവിന്ദൻ പോലും ഉറച്ചു വിശ്വസിച്ചിരുന്ന കാര്യസ്ഥം പോലും അവരെ ചതിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കുന്ന രാമനാണ്. മനുഷ്യർ പോലും ഇത്രയും അസൂയായുക്കളാണ്. പക്ഷെ കുരങ്ങൻ ഇവർക്ക് മാറിയിട്ട് നല്ലൊരു കുരങ്ങനായിട്ട്. അപ്പൊ ജീവികളും ആത്മാർത്ഥതയുള്ളതാണ് എന്ന് കാണിക്കുന്ന ഒരു കഥ കൂടിയാണിത്. കുരങ്ങൻ മാത്രമല്ല, പട്ടി, പൂച്ച എല്ലാം നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്ന ജീവികളാണ്. അപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോ ഇവിടെ നിർത്താം. ഇതെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, വളരെ നല്ല പുസ്തകമാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.